ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 347. ഇരുവരും അത്താഴം കഴിക്കാൻ പോകുന്നതുവരെ നീലിമയും സിദ്ധാർത്ഥും മുറിയിൽ തന്നെ ഇരുന്ന് സംസാരിച്ചു. അശ്വിൻ വന്നുപോയതൊന്നും അവരറിഞ്ഞില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ പതുക്കെ പടികൾ കയറി വീണ്ടും മുകളിലേക്ക് നടന്നു. അപ്പോഴേക്കും അശ്വിൻ കിടന്നുറങ്ങിയിരുന്നു. നീലിമ വിശ്രമിക്കാനായി കട്ടിൽ കിടന്നപ്പോൾ സിദ്ധാർത്ഥ് പഴയതുപോലെ അവളെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു. സത്യത്തിൽ എപ്പോഴത്തെയും പോലെ അത്ര ഹാപ്പിയൊന്നുമല്ലായിരുന്നു സിദ്ധാർത്ഥ് അപ്പോൾ. അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നീലിമക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൾ അതിനെക്കുറിച്ച് അവനോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. സിദ്ധാർത്ഥിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? നീലിമ ചോദിച്ചു. അപ്പോൾ വളരെ വിഷമത്തോടെ അവൻ ശ്വാസമെടുക്കുന്നത് നീലിമ കേട്ടു. അവൻ എന്തോ കാര്യമായ വിഷമമുണ്ടെന്ന് അപ്പോൾ അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ അവന് നേരെ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് സിദ്ധാർത്ഥ് സംസാരിച്ചു തുടങ്ങിയത്. ഞാൻ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ് നീലിമ. അത് മറ്റൊന്നും കണ്ടല്ല. എനിക്ക് കുറച്ചു ദിവസം വിദേശത്തേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ തന്നെ പോയേ പറ്റൂ. അത്യാവശ്യ കാര്യമാണ്. നിന്റെ അരികിൽ നിന്നും പോവാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. നിന്നെയും കുഞ്ഞിനെയും ഇവിടെ തനിച്ചാക്കി ഞാൻ എങ്ങനെ പോവും? ആ കാര്യമാണ് എന്നെ അലട്ടുന്നത്. ഇത് എന്തുകൊണ്ടാണ് അവനിപ്പോൾ ഇത്രമാത്രം വേദന തോന്നുന്നതെന്ന് അവനറിയില്ല. സാധാരണ ബിസിനസ് മീറ്റിങ്ങുകൾക്ക് പോകുമ്പോൾ എല്ലാം അവൻ വളരെയധികം സന്തോഷത്തോടെ പോകുമായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. തൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അവളെ ഈ അവസ്ഥയിൽ തനിച്ചാക്കി എങ്ങനെ പോകുമെന്ന് ആണ് അവൻ ചിന്തിക്കുന്നത്. മറ്റൊരു സാഹചര്യത്തിലായിരുന്നുവെങ്കിലും ഉറപ്പായിട്ടും അവൻ ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് കമ്പനിയുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അതിൽ നിന്ന് എന്തായാലും അവൻ വിട്ടുനിൽക്കാനും സാധിക്കില്ല. അവൻ്റെ ബിസിനസ് കരിയറും മറ്റും ഈ മീറ്റിങ്ങിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് വഴി അവൻ ഒരുപാട് അധികം ക്ലയൻറ്റുകളെ കിട്ടുകയും ചെയ്യും. തൻ്റെ ബിസിനസ് വളർച്ചയ്ക്കും നീലിമയുടെ ഭാവിയെപ്പറ്റി ആലോചിച്ചപ്പോഴേയും അവൻ പോവാൻ തന്നെ തീരുമാനമെടുക്കേണ്ടി വന്നു. അവൻ ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുകയാണെന്ന് നീലിമക്ക് തോന്നി. സത്യത്തിൽ അവൻ വിദേശത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്കും നല്ല വിഷമമുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ താൻ വല്ലാതെ തനിച്ചായി പോകുമെന്ന് നീലിമ കരുതി. പക്ഷേ അവന് പോവാതിരിക്കാൻ കഴിയില്ലെന്നും അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ വളരെയധികം പക്വതയോടു കൂടിയാണ് കാര്യങ്ങളൊക്കെ സമീപിച്ചത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ബിസിനസ് ആവശ്യത്തിന് പോയല്ലേ പറ്റൂ. നിങ്ങൾ പോയിട്ട് വരൂ. ഞാനും അശ്വിനും ഇവിടെ ഇരുന്നോളാം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും പറ്റില്ല. അതോർത്ത് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട. എന്തായാലും നിങ്ങൾ പോയിട്ട് വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ കാത്തിരിക്കും. വേഗം വന്നേക്കണം. നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖത്ത് ഒട്ടും തന്നെ സന്തോഷം കണ്ടില്ല. അവൾ അതെല്ലാം പറഞ്ഞ് സന്തോഷം അഭിനയിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അവളുടെ മുഖം അതെല്ലാം തന്നെ കളവാണെന്ന് പറയുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിനെ പിരിഞ്ഞിരിക്കാൻ അവൾക്കൊട്ടും തന്നെ ആഗ്രഹമില്ല. അത് അവളുടെ മുഖം വിളിച്ചു പറയുന്നുണ്ട്. സിദ്ധാർത്ഥ് അവളുടെ മുഖം തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. തന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ പറയുന്നതെന്ന് അവന് മനസ്സിലായി. സിദ്ധാർത്ഥും എന്തെങ്കിലുമൊക്കെ പറയണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അവനൊന്നും തന്നെ പറയാൻ സാധിച്ചില്ല. നീലിമയോടിപ്പോൾ തനിക്ക് കടുത്ത പ്രണയം മാത്രമാണുള്ളത്. അവൻ അപ്പോൾ അത് മനസ്സിലാക്കാനും സാധിച്ചു. അതോർത്തപ്പോൾ അവന് സന്തോഷം തോന്നി. അവൻ ഉടനെ തന്നെ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എനിക്കായി ഇവിടെ കാത്തിരിക്കുമെന്ന് എനിക്കറിയാം നീലിമ. ഞാൻ അധികം വൈകുകയൊന്നുമില്ല. ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. എനിക്ക് നിന്നെ പിരിഞ്ഞ് അധിക കാലമൊന്നും മാറി നിൽക്കാനൊന്നും സാധിക്കില്ലെന്ന് നിനക്കറിയാമല്ലോ. സിദ്ധാർത്ഥിന്റെ ചുംബനങ്ങൾക്കിടയിൽ മൃദുവായ ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. അവൾക്ക് അത് വളരെയധികം ആകർഷകമായി തോന്നി. ഉള്ളിൽ വല്ലാത്ത സന്തോഷം തോന്നിയ നീലിമ കണ്ണുകൾ അടച്ചു നിന്നു. സിദ്ധാർത്ഥ് എല്ലാം നോക്കിക്കൊള്ളുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവർ വളരെയധികം സന്തുഷ്ടരായിരുന്നു. പക്ഷേ അവൻ വിദേശത്തേക്ക് പോകുന്നതിൻ്റെ വിഷമവും അവൾക്കുണ്ടായിരുന്നു. ആ സങ്കടം അവൻ അറിയാതിരിക്കാൻ വേണ്ടി അവൾ പരമാവധി ശ്രമിച്ചു. പിറ്റേ ദിവസം നീലിമ അതിരാവിലെ തന്നെ എഴുന്നേറ്റു. അവൾ എഴുന്നേറ്റപ്പോൾ സിദ്ധാർത്ഥ് ഒരു സൂട്ട് കേസുമായി പുറത്തേക്ക് പോകുന്നത് കണ്ടു. അവൻ വിദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിറ്റേ ദിവസം രാവിലെ തന്നെ പോകുന്നു എന്നുള്ള കാര്യം പറഞ്ഞത് ഉറക്കത്തിന് ഇടയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കത് ശരിക്കും ശ്രദ്ധിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. അവൻ പോകുന്നത് കണ്ടുകൊണ്ട് തന്നെ അവൾക്ക് പിന്നീട് ഉറങ്ങാൻ സാധിച്ചില്ല. സിദ്ധാർത്ഥ് അരികിലില്ലാതെ എങ്ങനെ ഇനി ദിവസങ്ങളൊക്കെ കഴിച്ചുകൂട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് നീലിമ പിന്നെ സമയം തള്ളി നീക്കിയത്. സിദ്ധാർത്ഥ് കൂടെയില്ലാതെ താൻ തികച്ചും ഒറ്റപ്പെട്ടു പോയെന്ന് അവൾക്ക് മനസ്സിലായി. വീട്ടിലിരുന്ന് വല്ലാതെ മടുത്തപ്പോൾ അവൾ എഴുന്നേറ്റ് ഒരുങ്ങി റെഡിയായിക്കൊണ്ട് ഓഫീസിലേക്ക് പോയി. തൻ്റെ ജീവിതത്തിൽ ഈ ഇടയായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായി സംഭവിക്കുന്നത് ഓഫീസിൽ എത്തിയപ്പോഴാണെന്ന് അവൾ ഓർത്തത്. അത് ഗോൾഡൻ സ്റ്റാർ കമ്പനി ആയാലും സ്റ്റാർഡൻ എൻ്റർടൈൻമെൻ്റ് ആയാലും എല്ലാം ഒന്നു തന്നെയാണ്. ജീവിതം വളരെ വേഗത്തിൽ പാഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി.
അവൻ ഫ്ലൈറ്റ് കയറുന്ന വിവരങ്ങളെല്ലാം തന്നെ അപ്പോൾ തന്നെ അവൾക്ക് അപ്ഡേറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും നീലിമ വല്ലാതെ ഒറ്റപ്പെട്ടു. ഓഫീസിലെത്തിയപ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തിൽ മനഃപൂർവ്വം ശ്രദ്ധിച്ച് തിരക്കിലാവാൻ തന്നെ വേണ്ടി അവൾ വിനയ് ഭാസ്കറിന്റെ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ വിനയ് അവളോട് പറഞ്ഞു, ഞാൻ നീലിമയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് മറ്റു തിരക്കുകളൊന്നുമില്ലെങ്കിൽ ഒരു സൈറ്റ് വരെയൊന്ന് പോവാം. തനിക്ക് സൈറ്റിൽ എന്താണ് നടക്കുന്നത് എന്നെല്ലാം അറിയാനും പഠിക്കാനും പറ്റുമല്ലോ. ഉടനെ തന്നെ പോകാം. നീലിമ അപ്പോൾ വിനയ് ഭാസ്കറിനെ നോക്കി. അയാൾ ഒരു കണ്ണട വെച്ചിരുന്നു. അത് അയാളുടെ മുഖത്ത് ഗൗരവം വർദ്ധിപ്പിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അപ്പോഴാണ് അയാൾ പറഞ്ഞ കാര്യം അവൾക്ക് ക്ലിയറായി മനസ്സിലായത്. അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു, സൈറ്റിലേക്ക് ഞാൻ വരണോ? അതും ഇത്ര വേഗത്തിൽ? എനിക്കിവിടുത്തെ കാര്യങ്ങളൊന്നും കാര്യമായി അറിയുക പോലുമില്ല. നീലിമ പറഞ്ഞത് കേട്ട് വിനയ് ഭാസ്കർ അവളെ നോക്കി. തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ, എനിക്ക് യാതൊരുവിധ നിർബന്ധവുമില്ല. പിന്നെ നിനക്ക് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചിരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. സത്യത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് സൈറ്റ് കാണാൻ ഇത്ര നേരത്തെ തന്നെ ചാൻസ് ഒന്നും കിട്ടാറില്ല. നിന്റെ എഫിഷ്യൻസി കണ്ടിട്ടാണ് ഞാൻ നിന്നെ ഇതിന് തിരഞ്ഞെടുത്തത്. തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, വിനയ് ഭാസ്കർ പറഞ്ഞു. അപ്പോൾ നീലിമ അയാളെ ഒന്ന് നോക്കി. സത്യത്തിൽ അയാൾ പറഞ്ഞത് ശരിയായിരുന്നു. അത്തരമൊരു അവസരം പുതിയ സ്റ്റാഫിന് കിട്ടാൻ യാതൊരുവിധ സാധ്യതയുമില്ല. വിനയ് ഭാസ്കർ ആണെങ്കിൽ യാതൊരുവിധ പരിഗണനയും ജോലിയിൽ കാണിക്കുന്ന ആളുമല്ല. അപ്പോൾ ഇതൊരു നല്ല അവസരം തന്നെയാണെന്ന് നീലിമക്ക് തോന്നി. അതുകൊണ്ട് അവൾ ഉടനെ തന്നെ പറഞ്ഞു, അയ്യോ, ഞാൻ അങ്ങോട്ടേക്ക് വരാം, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവൾ പറഞ്ഞത് കേട്ട് അയാൾ അവളോട് പറഞ്ഞു, എങ്കിൽ നീലിമ ഉടനെ തന്നെ തയ്യാറായി താഴേക്ക് വന്നോളൂ, ഞാൻ അവിടെ കാത്തിരിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വിനയ് ഭാസ്കർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. നീലിമ തന്റെ മൊബൈലും എല്ലാം എടുത്തുകൊണ്ട് തന്നെ അയാൾക്ക് പിന്നാലെ ഇറങ്ങി. അവൾ താഴെ എത്തിയപ്പോൾ വിനയ് ഭാസ്കർ കാറും എടുത്തുകൊണ്ട് തന്നെ അവൾ പിക്ക് ചെയ്യാനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അല്ലേ? സോറി. അവൾ കാറിൽ കയറുമ്പോൾ ക്ഷമാപണം നടത്തി. അവൾ ആദ്യമായാണ് നിർമ്മാണ സ്ഥലത്തേക്ക് പോകുന്നത്. അതിനാൽ അവൾ ആവശ്യമുള്ള ഫയലുകളും മറ്റും എടുക്കുന്ന തിരക്കിലായിരുന്നു. വിനയ് ഭാസ്കറിനെ സംബന്ധിച്ചിടത്തോളം കൃത്യനിഷ്ഠത അയാൾക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് അല്പം ദേഷ്യം തോന്നി. അവൻ അവളുടെ ഷൂസ് നോക്കിക്കൊണ്ട് പറഞ്ഞു, സൈറ്റിലേക്ക് പോകുമ്പോൾ ഇത്ര ഹൈ ഹീൽസ് ഇട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. ഇതല്ലാതെ പരന്ന ചെരുപ്പൊന്നുമില്ലേ? അത്തരത്തിലൊരു ചെരുപ്പ് കൊണ്ടുവരാൻ നീലിമയ്ക്ക് യാതൊരുവിധ മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അവനെ നോക്കി. ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇന്ന് സൈറ്റിലേക്ക് പോകുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാനൊന്നും കരുതിയില്ല. നീലിമ ക്ഷമാപണത്തോടെ പറഞ്ഞു. അവളുടെ മുഖത്ത് ആവലാതി പ്രകടമായിരുന്നു. അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പിന്നീട് അയാൾ അവളോടൊന്നും തന്നെ പറഞ്ഞില്ല. നീലിമയും കൊണ്ട് ഉടനെ തന്നെ അയാൾ സൈറ്റിലേക്ക് കാർ ഓടിച്ചു പോയി. താമസിയാതെ അവർ സൈറ്റിലെത്തി. ദൂരെ നിന്നും ഒരു വലിയ പരസ്യ ബോർഡും നിർമ്മാണത്തിലിരുന്ന ഉയർന്ന ആഡംബരമായ നിരവധി കെട്ടിടങ്ങളും നീലിമ കണ്ടു. വിശ്വ ഗ്രൂപ്പിന്റെ കമ്പനിയിലെ പുതിയ പ്രോജക്റ്റ് ഇതായിരിക്കുമെന്ന് നീലിമക്കറിയാമായിരുന്നു. കാർ അടുത്തെത്തിയപ്പോൾ നീലിമയ്ക്ക് എന്തോ പിരിമുറുക്കം അനുഭവപ്പെട്ടു. അവരിൽ നിന്നും വളരെ അകലെയല്ലാതെ ഒരു കൂട്ടം തൊഴിലാളികൾ എന്തോ ഒരു പ്രതിഷേധം പോലെ നിൽക്കുന്നത് അവൾ കണ്ടു. അവളും വിനയ് ഭാസ്കറും കാര്യം മനസ്സിലാവാതെ പരസ്പരം നോക്കി. അവിടെ അത്തരമൊരു പ്രശ്നം നടക്കുന്നതായി അവർക്ക് രണ്ടുപേർക്കും അറിയുമായിരുന്നില്ല. കാർ നിർത്തിയപ്പോൾ ഓഫീസ് കെട്ടിടത്തിന് മുന്നിൽ തന്നെ ഒരു കൂട്ടം തൊഴിലാളികൾ പണിമുടക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞു. തൊഴിലാളികൾ വിനയ് ഭാസ്കറുടെ കാറ് കണ്ടപ്പോൾ ആ കാറിനെ വളയാൻ ഒരു കൂട്ടം ആളുകളെ അയച്ചു. കാറിൽ നിന്നും ഇറങ്ങു സാറേ, വിനയനെ നോക്കി ആൾക്കൂട്ടം പറഞ്ഞു. വിനയ് അപ്പോൾ വേവലാതിയോടെ നീലിമയെ നോക്കി. എന്ത് സംഭവിച്ചാലും ഞാൻ പറയാതെ കാറിൽ നിന്നും ഇറങ്ങരുത്. സാർ, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് എന്നോടും പറയൂ. നീലിമ കാര്യം മനസ്സിലാവാതെ അവനോട് ചോദിച്ചു. കാറിൽ നിന്നും ഇറങ്ങ്, എന്തിനാ ഒളിച്ചിരിക്കുന്നത്? പ്രതിഷേധക്കാർ വിനയനെ നോക്കിക്കൊണ്ട് ആക്രോശിച്ചു. അതുകൊണ്ട് തന്നെ അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള സാവകാശം ലഭിച്ചില്ല. വിനയ് ഭാസ്കറും നീലിമയും പുറത്തിറങ്ങാതെയായപ്പോൾ തൊഴിലാളികൾ ആക്രോശത്തോടെ കാറിന്റെ ഡോറിലേക്ക് മുട്ടി. തൊഴിലാളികളുടെ കണ്ണുകളിലെ ദേഷ്യം നീലിമയ്ക്ക് കാണാമായിരുന്നു. അവൾക്കപ്പോൾ വല്ലാത്ത ഭയം തോന്നി. നീലിമയെ അവർ ഉപദ്രവിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ വിനയ് ഭാസ്കർ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അവനെ കണ്ടപ്പോൾ തൊഴിലാളികൾ പറഞ്ഞു, സൈറ്റിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഓഫീസിൽ കയറിയിരിക്കുകയാണോ സാറേ? ഇതിനൊരു പരിഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. വിനയുടെ നേർക്ക് നോക്കിക്കൊണ്ട് തന്നെ ഒരാൾ പറഞ്ഞു. അന്നേരം വിനയ് അവരെ സമാധാനിപ്പിക്കാനെന്നോളം പറഞ്ഞു, നോക്ക്, എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതെല്ലാം പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്യാം. ഞങ്ങളെ ഇങ്ങനെ വഴി തടഞ്ഞു വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് പരിഹാരമൊന്നും ലഭിക്കില്ല. നിങ്ങൾ ഞങ്ങളെ പോവാൻ അനുവദിക്കണം. വിനയ് ഭാസ്കർ പറഞ്ഞത് കേട്ടുകൊണ്ടതിന് തൊഴിലാളികളെല്ലാം തന്നെ പിന്നോട്ട് പോയി. അപ്പോൾ തൊഴിലാളികളുടെ നേതാവാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു, സർ, ഈ പ്രശ്നമൊന്നും ഇവിടെ തീരില്ല. നിങ്ങൾ ഇതിനൊരു പരിഹാരമുണ്ടാക്കാതെ ഇവിടെ നിന്നും പോവാനും സാധിക്കില്ല. ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്. ഇപ്പോഴാണല്ലോ ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാതെ നിങ്ങൾ ഇവിടെ നിന്നും പോവില്ല.
നേതാവ് പറഞ്ഞത് കേട്ട് വിനയ് ഭാസ്കർ അയാളെ നോക്കി. നോക്ക്, എനിക്ക് ഈ കാര്യത്തിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ അവിടുത്തെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ്. മാത്രവുമല്ല, എന്നെ ഇവിടെ തടഞ്ഞു വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എനിക്ക് മറ്റു കാര്യങ്ങളും കുറേയധികം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. വെറുതെ എൻ്റെ സമയം കൂടെ പാഴാക്കരുത്, വിനയ് ഭാസ്കർ പറഞ്ഞു. ഇത് കേട്ട് നേതാവിന്റെ ദേഷ്യം വർദ്ധിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ ജീവിത പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയമാണല്ലോ വലുത്. ഇതൊന്നും ശരിയാവുന്ന കാര്യമല്ല. നിങ്ങളുടെ മുതലാളിയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ, എന്നിട്ട് നിങ്ങൾ വിട്, വിനയനെ നോക്കിക്കൊണ്ട് നേതാവ് പറഞ്ഞു. അപ്പോ നേതാവിനെ നോക്കി വിനയ് വീണ്ടും പറഞ്ഞു, നോക്ക്, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. എന്നെ ഇവിടെ തടഞ്ഞു വെച്ചത് കൊണ്ട് ഒരു പ്രശ്നപരിഹാരവും സാധ്യമല്ല. എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാവുള്ളൂ. ഞാൻ തിരിച്ച് കമ്പനിയിൽ പോയിട്ട് അവരുമായിട്ട് സംസാരിക്കാം. എന്നിട്ടൊരു പരിഹാരം ഞാൻ തന്നെ നിർദ്ദേശിക്കാം. അല്ലാതെ എന്നെ എങ്ങനെ വഴിയിൽ തടഞ്ഞു വെച്ചിട്ട് എന്താ കാര്യം? വിനയ് ഭാസ്കർ ചോദിച്ചു. അപ്പോൾ നേതാവ് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര നിസ്സാരമായി അതിനെപ്പറ്റി സംസാരിക്കാൻ സാധിക്കുന്നത്? അങ്ങും ഇങ്ങും അടുക്കാതെ ആ വഴക്കങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്ന് തോന്നിയപ്പോൾ നീലിമ കാറിൽ നിന്നും പുറത്തിറങ്ങി. എന്നിട്ട് അവരെ നോക്കി പറഞ്ഞു, ശരിക്കും എന്താണ് പ്രശ്നമെന്ന് എന്നോടൊന്ന് പറയാമോ? ഞാനും അവിടുത്തെ ഒരു സ്റ്റാഫാണ്. പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന് പറയാമോ? നീലിമ ഭവ്യതയോടെയാണ് അത് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ നേതാവ് പറഞ്ഞു, മാഡം, ഞങ്ങൾ ഇത്രയും ദിവസം ജോലി ചെയ്തതിന്റെ ശമ്പളം പോലും തരാതെ വെച്ചിരിക്കുകയാണ്. ഇവർ അതിനെക്കുറിച്ച് ചോദിക്കാൻ ചെന്നപ്പോൾ അവർ ഞങ്ങളുടെ തൊഴിലാളികളെ തല്ലി. ചിലർ കൈയൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതിന്റെ ചിലവും കാര്യങ്ങളും ഒന്നും തന്നെ കമ്പനി വഹിച്ചിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ ശമ്പളമില്ല. കുറേ ദിവസമായി ജോലിയും ഉണ്ടായിരുന്നില്ല. അത് ചോദ്യം ചെയ്തപ്പോഴുള്ള അവസ്ഥയാണ് ദേ ഈ കാണുന്നത്. അയാൾ ഒരു തൊഴിലാളിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ആ തൊഴിലാളിയുടെ കൈയൊടിഞ്ഞിരുന്നു. അത് ശ്രദ്ധിച്ച നീലിമ ക്ഷമാപണത്തോടെ പറഞ്ഞു, ഇതൊന്നും എനിക്കറിയാവുന്ന കാര്യമല്ല. ഞാൻ അവിടുത്തെ പുതിയൊരു സ്റ്റാഫാണ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം കമ്പനി മുതലാളിയുമായി സംസാരിച്ച് ഒരു പരിഹാരമുണ്ടാക്കാം. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. നീലിമ പറഞ്ഞത് കേട്ട് നേതാവ് പറഞ്ഞു, അതിനൊന്നും പറ്റില്ല. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കാം. തൊഴിലാളികൾക്ക് അല്ലെങ്കിലും ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ലല്ലോ. എനിക്കറിയേണ്ടത് ഈ സാറിന്റെ ഉത്തരമാണ്. അയാൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വിനയന്റെ നേർക്ക് നടന്നു. അപ്പോൾ വിനയ് കാറിലേക്ക് കയറി കാറും എടുത്തു പോവാൻ ശ്രമിച്ചു. ആ അവസരത്തിൽ തൊഴിലാളികൾ വല്ലാതെ വയലന്റായി. അവർ ദേഷ്യത്തോടെ വിനയനെ പിന്തുടരാൻ ശ്രമിച്ചപ്പോൾ നീലിമ അവളുടെ വയറിനൊന്നും തന്നെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ തൊഴിലാളികളിൽ ചിലർ അവളുടെ കാലിൽ കയറി ചവിട്ടി. കാൽ വയ്യാതെ വേദനിച്ച നീലിമ നിലത്തിരുന്നു പോയി. അവൾക്ക് നല്ല വേദന തോന്നി. അവളുടെ കാല് വേദനിച്ചത് ശ്രദ്ധിച്ച തൊഴിലാളി നേതാവ് മറ്റു തൊഴിലാളികളോട് ബഹളം നിർത്താൻ പറഞ്ഞു. സത്യത്തിൽ അവർ അറിഞ്ഞുകൊണ്ടായിരുന്നില്ല അവളുടെ കാലിൽ ചവിട്ടിയിരുന്നത്. അങ്ങനെ നീലിമ കാല് വേദനിച്ചിരിക്കുന്നതും കാണിച്ചു കൊണ്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ബൈ. നാളെ ഇതേ സമയത്ത് തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.